പഠിച്ചതല്ല ചെയ്യുന്നത്, പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. KSEB എന്ന് പറയുന്ന നമ്മളെ ദൈനംദിന നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ചോദിച്ചാലും കയറാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി അത് KSEB തന്നെയാണ്. അത്രയും വലിയ എക്സ്പോഷർ കിട്ടുന്ന വേറൊരു കമ്പനി കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് എന്നെ തീരുമാനിച്ചത് എൻ്റെ സാഹചര്യങ്ങളാണെന്ന് ഞാൻ പറയും. കാര്യം എന്നെ സംബന്ധിച്ചോളം അമ്മ എന്ന് പറയുമ്പോൾ കാഷ്യൂ വർക്കറായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അച്ഛൻ BSNL ഡെയിലി വേജിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇപ്പൊ ഒരു പെർമനന്റ് സ്റ്റാഫ് അല്ല. അപ്പം ഇവർ രണ്ടുപേരുടെയും കഷ്ടപ്പാടുകൊണ്ടാണ് ഞാനും എൻ്റെ അനിയനും വളർന്നത്. എനിക്ക് അവരെ കൂടെ തന്നെ വേണം, കാരണം ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് അവരെ ഒറ്റപ്പെടുത്തി പുറത്തേക്ക് പോകുന്നതിലേക്ക് അവരെ ആവശ്യങ്ങളുണ്ടാവും, നമ്മൾ അവരെ വിരൽത്തുമ്പിൽ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതാണ് ഇതിന് മുന്നിലുള്ള എൻ്റെ നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ നീഡാണ് എന്നെ ഇതിലേക്ക് നയിക്കാൻ കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നീഡ് ആയതുകൊണ്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അതായത് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് സ്വയം ബോധ്യമുണ്ട്. അത് ഒരിക്കലും ആവറേജ് എന്നുള്ള എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല, പക്ഷെ ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് അത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം എന്തായാലും മത്സരിച്ച് നോക്കാം. ഇന്നുവരെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് നോക്കാം. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എനിക്ക് വേണം, അത് എനിക്ക് നിർബന്ധമാണ്. ഞാൻ എഫോർട്ട് ഇടാൻ തയ്യാറാണ്. എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും, എൻ്റെ എനർജി ഞാൻ സ്പെൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉറപ്പായിട്ടും വേണം. അങ്ങനെയാണ് സ്കോറിലേക്ക് വരുന്നത്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കൺസെപ്റ്റിനെ മാറ്റി എഴുതുന്ന രീതിയിലാണ് ആ എക്സാം ഉള്ളത്. കാരണം നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് PSC നിന്നും ആ എക്സാമിൽ ഞാൻ കണ്ടത്. അപ്പം എന്തായാലും മുന്നോട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ ആ തുടക്കത്തിൽ സ്കോറിന്റെ ക്ലാസ് എടുക്കാൻ തന്നെ കാര്യം അതാണ്. കാരണം ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് സാറിന് കിട്ടി, സാർമാരെ കിട്ടി, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടി. പഠനത്തിന് ശേഷം അവിടെ പെയിന്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതൊരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ നമ്മൾ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നേ പറ്റുള്ളൂ. പക്ഷെ അതിന് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. 1 ഇയർ കൂടുതൽ ഞാൻ പഠിക്കത്തില്ല. ഇതിന് പ്രിപ്പയർ ചെയ്തെങ്കിൽ 1 ഇയർ. PSC വേണ്ടി ഞാൻ ആ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരൊറ്റ വർഷം മാത്രമേ ഉള്ളൂ.